അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 1-ലാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ എ ക്യാരി ഫ്ലാഗ് CY ആൻഡ് എക്സ്റ്റേണൽ മെമ്മറി 8000H. ആഫ്റ്റർ എക്സിക്യൂഷൻ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഇഫ് ദ കണ്ടന്റ് ഓഫ് എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ 8000H ഈസ് 35H ഷോ ദ നെസസറി സ്റ്റെപ്സ്. ഇത് നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ 8000 എന്നുള്ള എക്സ്റ്റേണൽ മെമ്മറിയിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് ഏതാ? 35 ആണ്. ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റീഡ് ചെയ്യാൻ പോവാണ്. റീഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ DPTRൽ 8000 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. അപ്പോൾ അത് അഡ്രസ്സായിട്ട് മാറും. എന്നിട്ട് ഇത് രണ്ടാമത്തെ കോൾ ചെയ്യുക, ഇത് കോൾ ചെയ്യുക. അതാകുമ്പോൾ MOVEXA@DPTR. അപ്പോൾ DPTRൽ ഉള്ള സാധനം അക്യുമുലേറ്ററിലേക്ക് മാറ്റാൻ. ഇപ്പോൾ DPTRൻ്റെ അഡ്രസ്സ് 8000 ആണ്. 8000ലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 35 ആണ്. അപ്പോൾ അക്യുമുലേറ്ററിൽ 35 വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? മൂവ് 0F. ഇപ്പോൾ 0F എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. ഏത് വേണമെങ്കിലും ആവാം. ഇൻറ്റേർണൽ മെമ്മറിയിൽ തന്നെയാണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ 0F ഒന്നിനെയും കൊടുത്തിട്ടില്ല, രജിസ്റ്റർ ഒന്നുമല്ല. അത് ജസ്റ്റ് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. അപ്പോൾ 0F എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് ഉണ്ട്. 0F അതായത് ഇൻറ്റേർണൽ മെമ്മറി. ഇത് എക്സ്റ്റേണൽ മെമ്മറിയാണ്. ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറഞ്ഞത് 8 ബിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 0F എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഇതിലേക്ക് 20H നീക്കാണ്. അതായത് ഇങ്ങനെ ഏത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 0Fലേക്ക് 20H വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഈ R0 രജിസ്റ്ററിലേക്ക് മാറ്റാണ്. 0Fൽ നിന്ന് R0 രജിസ്റ്ററിലേക്ക്. അപ്പോൾ R0 രജിസ്റ്ററിൽ ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് ഇങ്ങനെ വരും. R0 രജിസ്റ്ററിൽ എന്ത് വരും? 20H വരും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേ? ആഡ് ചെയ്യാണ്. ഇത് രണ്ടും ആഡ് ചെയ്യാണ്. R0 Aയും തമ്മിൽ ആഡ് ചെയ്യാണ്. Aയിലും 35 ഉണ്ട്, Aയിൽ 35 ഉണ്ട്, R0ൽ 20 ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യും. ആഡ് ചെയ്യണ വാല്യൂ ആണ് എവിടേക്ക് സ്റ്റോർ ചെയ്യണേ? ഇതിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് DPTR പറയുന്നുണ്ട്. അപ്പോൾ 8001 ആവും. ഈ ലൊക്കേഷനിൽ 8001 ഇവിടെ ഉണ്ട്. 8001 അതിലേക്ക് സ്റ്റോർ ചെയ്യും. ഇത് ആഡ് ചെയ്യാനൊന്ന് ജസ്റ്റ് പഠിക്കുന്നതല്ലാണ് കേട്ടോ. ഇതിപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്താൽ കിട്ടും, പക്ഷേ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനാദ്യം തന്നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ചെയ്യട്ടോ. നമുക്ക് 35 എങ്ങനെ എഴുതാം? 3 എങ്ങനെ എഴുതാം? 2+1 എന്ന് എഴുതാം. ഇത് 8ൻ്റെ പൊസിഷൻ, ഇത് 4ൻ്റെ പൊസിഷൻ, ഇത് 2ൻ്റെ പൊസിഷൻ. 3 2 1 2 1 3. ഇത് 3 ആയി. ഇനി 5 എന്ന് പറഞ്ഞാൽ 4 1 5. 8ൻ്റെ പൊസിഷനിൽ 0, 4ൻ്റെ പൊസിഷനിൽ 1, 1ൻ്റെ പൊസിഷനിൽ 1. അപ്പോൾ 5 ആയി. ഇത് 5. ഇനി 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ 0 0. 2ൻ്റെ പൊസിഷനിൽ മാത്രം 1 ഉള്ളൂ. പിന്നെ ഇതെല്ലാം 0 0 0. 4 0. ജസ്റ്റ് ആഡ് ചെയ്യാം. 1 0 1 0 1 1 1 എന്ന് പറയുമ്പോൾ 0 ഒരു ക്യാരി വരും, 1 വരും. പിന്നെ 1 0 0 എന്ന് പറഞ്ഞാൽ 1 വരും, 0 വരും. അപ്പോൾ ഇത് എത്രയായി? ഇത് 4, ഇത് 1, ഇത് 5 ആയി. ഇത് 5, ഇത് എത്രയാണ്? ഇത് 5. അപ്പോൾ 55 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. 55H വരും. 35 + 20. യെസ്, 55H തന്നെയാണ്. ഓക്കെ. അപ്പോൾ 55H എന്നുള്ള വാല്യൂ 55H എന്നുള്ള വാല്യൂ എവിടേക്ക് പോകും? 8001ലേക്ക് പോകും. ഇവിടെയാണ് ഉണ്ടോ? ആഡ് ചെയ്ത് കഴിയുമ്പോൾ അക്യുമുലേറ്ററിൽ 55 വരും. ഇനി ഇൻക്രിമെൻ്റ് ചെയ്യും. 8001. അത് കഴിഞ്ഞിട്ട് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് 8001ലേക്ക് മാറ്റും. അപ്പോൾ അതിൽ 55H വരും. ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ വളരെ സിമ്പിളാണ്.
ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ അധികം ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒന്നും നമ്മൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതൊക്കെ. ഇത് കാണാണ്ട് പഠിക്കേണ്ട ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒന്നും ഇല്ല ഇതിൽ. ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം, ശരിയാണോ നോക്കണ്ടേ. ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് നോക്കിയാലും മനസ്സിലാവും. ആദ്യം തന്നെ 8000 അഡ്രസ്സാക്കാണ് DPTRൽ ഉള്ള സാധനം അക്യുമുലേറ്ററിലേക്ക് കയറ്റാണ്. അപ്പോൾ 35 അക്യുമുലേറ്ററിലേക്ക് വന്നു. പിന്നെ 0F എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് 20 കൊടുക്കുകയാണ്. പിന്നെ R0യിലേക്ക് 20 കൊടുക്കുകയാണ്. പിന്നെ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ 55 വരും, ക്യാരി 0 വരും. ക്യാരി നേരത്തെ ചെയ്തപ്പോൾ വന്നില്ല, അപ്പോൾ ക്യാരി 0 തന്നെയാണ്. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യും, DPTR ഇൻക്രിമെൻ്റ് ചെയ്യും, 8001 ആവും. പിന്നെ അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് DPTRലേക്ക് മാറ്റും, 55 ആവും. ഓക്കെ, അഡീഷൻ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ 35 + 20. അപ്പോൾ ആദ്യം 35ൻ്റെ നമ്പർ കണ്ടെത്തണം. 0 0 1 1 3യുടെ 5ൻ്റെ 0 1 0 1. പിന്നെ 2ന് 0 0 1 0 0ക്ക് 0 0 0. ഇനി അത് ക്യാരി വരണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ്. നേരത്തെ ക്യാരി ഡേയ്സ് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 1 0 1 1 0 1 1 1 1 0 1 വരും, ഇവിടെ 1 വരും. അപ്പോൾ 1 1 + 0 + 0 1 തന്നെ കണ്ടോ. ഇവിടെ 0 + 0 0. അപ്പോൾ ഇവിടെ 1, ഇവിടെ ഈ ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, അത് 1 1 ആണെന്ന് വിചാരിക്കുക. ഇത് 1 1 ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്താവും, 1 + 1 കഴിയുമ്പോൾ 0. പിന്നെ അടുത്ത നമ്പർ ഒരു ക്യാരിയാണ് വരുന്നത്. ഈ ഒരു 1 ബാലൻസ് തന്നെ ഇത് ക്യാരിയാണ്. അപ്പോൾ ക്യാരി സെറ്റാവും. ഈ കേസിൽ 0 0 വന്നാൽ തന്നെ 0 വന്നു, 1 വന്നില്ല. അപ്പോൾ ക്യാരി CYനകത്ത് ക്യാരി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത്രയുള്ള കേസ്, സിമ്പിളാണ്.